സകറിയാവ്, നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ഞാൻ വൃദ്ധനാണ്. എന്റെ ഭാര്യ പ്രായമാകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാൻ, സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാക്കേണ്ട എന്റെ വചനം അവിശ്വസ്തത കൊണ്ട് നീ മൂകരായി ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അവിശ്വാസത്തിന്റെയും അന്ധകാരത്തിന്റെയും പഴയ മനസ്സുകളിലേക്ക് പുതിയ ദൈവത്തിന് വഴിയൊരുക്കാൻ അവൻ വരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം സ്നാപകൻ. ഇളയമ്മേ, ആ മറിയം, ഇതാ നിന്റെ അഭിവാദനം കേട്ടപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു കുടിച്ചിട്ടായി. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. സന്ദേഹങ്ങളുടെ മൗനങ്ങളിലേക്ക് അവൻ പിറകിയെടുക്കുന്നു. ദൈവത്തിന്റെ ദൂതുമായി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ കിട്ടിയ ദൈവത്തിന്റെ അഭിഷേകവുമായി നിങ്ങൾ ദൈവത്തെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. വൃക്ഷമുള്ള വേരിന് ഓടാതെ വെച്ചുവിടും. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നാണ് നീ പറയുന്നത്? മാനസാന്തത്തിന് യോജിച്ച ഫലം പുറപ്പെടുകയും നിങ്ങൾക്കുള്ളത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുകയും രണ്ടുപേർക്കുള്ളവൻ ഒന്ന് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കട്ടെ. ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. വ്യാജമായ കുറ്റാരോപണം അരുത്. വേദന കൊണ്ട് തൃപ്തിപ്പെടണം. കട്ടും കൈക്കുവായും നിങ്ങൾ അർഹതപ്പെടാതെ സമ്പാദിക്കുന്നത് അവസാനിക്കും. നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കും. നന്മ ചെയ്യുവാൻ ശീലിക്കുകയും അനാഥരോടും വിധവകളോടും നീതി കാണിക്കും. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. അവനോ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. നിങ്ങൾ അറിയാത്തവര് നിങ്ങളുടെ മധ്യയിൽ നിൽപ്പുണ്ട്. എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം.
ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവരെ കുറിച്ചല്ലേ. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലയോ യൂദാദേശത്തിന്റെ മഹാനായ പടത്തലവന്മാരിൽ ഒരുവനായ അങ്ങന്റെ ചിന്താമാരത്താൽ നിൽക്കുന്നു. പുതിയതായി എന്തെങ്കിലും പദ്ധതികൾ? സോദർ, നീ ചോദിച്ചത് തീർച്ചയായും ശരി തന്നെ. മഹാനായ അഗസ്റ്റസ് സീസർ സൂര്യൻ ഉദിക്കുന്നത് തുടങ്ങി അസ്തമിക്കുന്നവരെ വിശാലമായ സാമ്രാജ്യങ്ങൾ ഉടമ. വെർജിൻ, ഹോറസ്, ഓവിഡ്, മഹാന്മാരായ കവികൾ പാടി വാഴ്ത്തുന്ന റോമൻ സാമ്രാജ്യം അവരുടെ യൂദാനാട്ടിലെ പടത്തലവന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് എനിക്ക്. രാജകുമാരിയാകാൻ പോകുന്ന മഹതി ഹേറോദിയായോടും അവരുടെ മനസ്സാക്ഷി സൂക്ഷിക്കുകയായി അത്താലിയായോടും അടുത്ത സൗഹൃദമുള്ള അങ്ങേക്ക് അതിന് ഇനി എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇപ്പോഴുള്ള ഭീരുവും വീഴ്ചയുമായ ആ മുഖ്യ പ്രണായകൻ യൂസുഫിനെ എത്രയും വേഗം പുറത്താക്കാനുള്ള നടപടികൾ നമ്മൾ ആരംഭിക്കും. എങ്കിലേ എനിക്ക് മഹാരാജാവിന്റെ മുഖ്യ പടത്തലവനാകാൻ കഴിയും. നീ വേഗം പുറത്തേക്ക് പോകൂ. ഇപ്പോൾ മഹാറാണിയുടെ തോഴി അത്താലി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആറ്റമോ എന്തുണ്ട് യൂദിയ നാട്ടിലെ വാർത്തകൾ? എന്താണ് കാണണമെന്ന് പറഞ്ഞത്? അത്താലിയ, ചില കാര്യങ്ങൾ നിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ ഫിലിപ്പ് രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഹെറോദിയായി ഹെറോദേസ് രാജാവ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് യൂദയ നാട്ടിലേക്കും തികഞ്ഞ അതൃപ്തിയാണ്. ഇത് യഹൂദ നിയമങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ് എന്നതാണ് പൊതുപക്ഷം. എല്ലാത്തിനും നേതൃത്വം കൊടുക്കാൻ യോഹന്നാൻ എന്നൊരു പ്രവാചകൻ. നേതൃത്വം കൊടുക്കാൻ ഒരു പ്രവാചകൻ? അല്ലെങ്കിൽ നാട്ടിൽ വ്യാജ പ്രവാചകന്മാർക്ക് ഒരു കുറവില്ലല്ലോ. അവര് രാജസദസ്സിൽ ഒരു പ്രമുഖ സ്ഥാനം താങ്കൾ വാഗ്ദാനം ചെയ്യും. അധികാരവും പണവും ഉള്ളിടത്ത് നീതി എന്നും നിശബ്ദമാകും. അത്താലിയ, ഒരുപാട് പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അയാൾ നമ്മുടെ അധികാരത്തിന്റെയും പണത്തിന്റെയും മുമ്പിൽ നിശബ്ദമാക്കപ്പെടുന്ന ഒരാളായി എനിക്ക് തോന്നുന്നില്ല. ശരി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. താങ്കൾ തീർച്ചയായും ഈ വിവാഹത്തിനെതിരായുള്ള എല്ലാ സ്വരങ്ങളെയും നിശബ്ദമാക്കാൻ ശ്രദ്ധിക്കുക. താങ്കളുടെ കീഴിലുള്ള സേവകന്മാരെ അതിനുവേണ്ടി തീർച്ചയായും ഉപയോഗിക്കണം. ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിത ഹെറോദേസ് രാജാവിന്റെ വീരകൃത്യങ്ങൾ നമ്മുടെ സേവകന്മാർ നാട് മുഴുവൻ പാടി നടക്കട്ടെ. തീർച്ചയായും അതിനുള്ള പദ്ധതികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഉടനെ തന്നെ ആ യോഹന്നാനെ ബന്ധനസ്ഥനാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അണിയരെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ യൂസുഫിന്റെ കാര്യം രാജവിവാഹത്തിന് ശേഷം ഞാൻ മുഖ്യ പടത്തലവനാകുന്നത്. ഹെറോദിയ രാജ്ഞിയുടെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. താങ്കളുടെ കാര്യം തീർച്ചയായും നടന്നിരിക്കും.
ശരി, എന്നാൽ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും. ഞാൻ പോവുകയാണ്. മലകൾ പച്ചക്കറി കിരീടം ചൂടി നിൽക്കുന്നു. താഴ്വരകളിൽ വെള്ളപ്പൊക്കൽ നിറഞ്ഞു നിൽക്കുന്നു. നദികൾ പാൽപ്പുഴകളെ പോലെ ഒഴുകുന്ന യൂദയ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഭംഗി നിനക്കെന്റെ വന്ദനം. രാജ്ഞി എന്നൊക്കെ പറയാൻ വരട്ടെ. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്റെ അവിസ്മരണങ്ങളെയും ഇല്ലാതാക്കണം. ഈ യൂദാ നാടിന്റെ അധികാരം എന്നെ എന്നും മത്തുപിടിപ്പിച്ചിട്ടേയുള്ളൂ. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ ഈ ദുഃഖാശത്തെ കഴിപ്പൊഴിക്കും. എനിക്ക് ഈ സന്തോഷം മാത്രമേ മുന്നിലുണ്ടാവാൻ പാടുള്ളൂ. അതേ മതി, അതങ്ങനെ തന്നെയാവും. ഞാൻ കുറച്ചു മുൻപ് നമ്മുടെ സേനാനായകനെ കണ്ടു. ഈ വിവാഹത്തിന് അനുകൂലമായ പൊതുവികാരം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള വഴികൾ തീർച്ചയായും കണ്ടെത്തി. എങ്കിലും ഒന്നുണ്ട്, ഒരു പുതിയ പ്രവാചകൻ യൂദാ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ ശക്തമായി ആളുകളെ ഇതിനെതിരെ തിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഓഹോ, അങ്ങനെയോ? എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇനി ഒരു പ്രവാചകൻ കൂടിയോ? വേണ്ട, ഒരു എതിർശബ്ദവും എനിക്കെതിരെ ഉണ്ടാകാൻ പാടില്ല. ഉയരുന്ന ശബ്ദങ്ങളൊക്കെ വെട്ടിവീഴ്ത്തണം. യൂദാ എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിംഹക്കുട്ടി പോലെയാണ്. യോഹന്നാനെ കടത്തിലാക്കാനുള്ള ഏർപ്പാടുകൾ സേനാനായകൻ തുടങ്ങിക്കഴിഞ്ഞു. അർഹതപ്പെടാതെ കിട്ടുന്നതൊന്നും നിലനിൽക്കുകയില്ല. നോക്കൂ, രാജാവ് ഹേരോദിയായി വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ദൈവനീതിക്കെതിരാണ്. സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് നിന്ദ്യമാണ്. ജനത്തെ നയിക്കുന്ന അധികാരികൾ തിന്മ പ്രവർത്തിക്കുന്നു. സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ അനീതി പ്രവർത്തിച്ച ഹെരോദസ് രാജാവിന് നേരെ ദൈവത്തിന്റെ ക്രോധം ആഴപ്പെടുന്നു. രാജാവായാലും പ്രജയായാലും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്ന് തന്നെ. തിന്മ തിന്മ തന്നെ. ഈ ഇരുട്ടിന്റെ പാരമ്യതയിൽ ആകാശത്ത് നിറഞ്ഞൊഴുകുന്ന പ്രകാശത്തിന്റെ ശബ്ദം ഇത് അവന്റേതാണ്. ജെറുസലേമിന്റെ ആറടി മണ്ണിൽ അനാഥരായ ആത്മാക്കളെ ചിറകടി എനിക്ക് കേൾക്കാം. അവൻ സ്നാപകൻ, അവനാണത് സ്നാപകൻ. രവി, വന്ദനം. സലോമിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. നല്ലത്. ലൂസിയായും നവോഷിയായും അവരോടൊപ്പം ഇല്ലേ? അതേ പ്രഭി, ഒപ്പമുണ്ട്. എന്താണ് പിന്നെയും അറിയാനെടുക്കുന്നത് യൂദയായിലെ സുന്ദരി? എന്റെ പദ്ധതികളെല്ലാം കാണുകയാണോ? നാളിതുവരെയുള്ള എന്റെ പദ്ധതികൾ അതേ നടന്നിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ നിർമ്മാണത്തിന്റെ ഹൃദയം പോലെ മുറിഞ്ഞ മുഖവുമായി ഞാൻ. എല്ലാത്തിനും കാരണം അവൻ ഒരുവനാണ്, ആ യോഹന്നാൻ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം രാത്രി വിചാരിച്ച പോലെ നടന്നാൽ അതെ, അതങ്ങനെ തന്നെ നടക്കും. രാജാവ് അറിയാതെ യോഹന്നാനെ ബന്ധനസ്ഥനാക്കാനുള്ള ഉത്തരവ് നീ സേനാപതിന് നൽകിയിട്ടില്ല അതാലിയ? ഉപരാജ്ഞി, അതെല്ലാം അങ്ങ് പറഞ്ഞതുപോലെ നിർവഹിച്ചിട്ടുണ്ട്. മീറയുടെയും കുന്തിരിക്കത്തിന്റെയും ഈ അസ്തമയ താഴ്വരെ ഞാൻ തനിച്ചാണ്. ഇത് നടക്കും വരെ ലെബനോനിലെ മഞ്ഞുപാളികൾ എന്നെ തണുപ്പിക്കുന്നില്ല. ദൈവദൂതികമാരുടെ താരാട്ടുകൾ എന്നെ ഓർക്കുന്നില്ല. എനിക്കെല്ലാം തിരിച്ചു പിടിക്കണം. അവന്റെ ചോരമുണ്ട്. രാജാവ് അന്തപുരത്തിലേക്ക് വരുന്നു. അതാര്യ, എല്ലാം പറഞ്ഞതുപോലെ നടക്കണം. നടന്നാൽ നിനക്കറിയാമല്ലോ.
ദാവീദ് ഭവനത്തിലെ ദൈവം അണഞ്ഞു കളഞ്ഞോ? അതോ റോമാ സാമ്രാജ്യം അങ്ങേ കൈവിട്ടോ? നിർത്തി പരിഹാസം. ഞാൻ ആകെ അസ്വസ്ഥനാണ്. രാജ്യത്തിന്റെ ദാരിദ്ര്യമോ റോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശമോ ഓർത്തിട്ടല്ല, എന്റെ തന്നെ വ്യതകളും കാഴ്ചകളും ഓർത്താണ്. ഈ പിന്മാറ്റം നല്ലതാണ്. പക്ഷേ ഈ ചോരപ്പുഴകളെയും പുരന്തരങ്ങളെയും തള്ളിപ്പറഞ്ഞ് അധികാരത്തിൽ അതിശീലനം അങ്ങേക്ക് സാധ്യമോ? ഇല്ല, അധികാരം എനിക്ക് ഒഴിയാനാവില്ല. ഞാൻ നേരിടും എല്ലാ എഴുസഭ്യങ്ങളെയും അതിലും മുഴക്കത്തോടെ അതിലും ക്രൂരമായി. രാജാവേ, ബെഥാനിയയിൽ നിന്നൊരു വാർത്തയുണ്ട്. ഒരു പ്രവാചകൻ മരിച്ച ഒരാളെ 3 ദിവസം കഴിഞ്ഞിട്ട് ഉയർപ്പിച്ചിരിക്കുന്നു. ചിലർ പറയുന്നു അത് യോഹന്നാണ്. ഓ, അങ്ങനെയെങ്കിൽ അവൻ തീർച്ചയായും മരിക്കണം. അവനെ ഇങ്ങനെ വിടാൻ നമുക്ക് അനുവദിച്ചുകൂടാ. ഇല്ല, അത് പറ്റില്ല. അവനൊരു പ്രവാചകനാണ്. അവൻ ക്രിസ്തുവാണെന്ന് പോലും ചിലർ കരുതുന്നുണ്ട്. അവനല്ല ക്രിസ്തു, അവനല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഞാൻ എന്തായാലും അവനെ വിടുതലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഠിനമായ വഴികൾ പാതാളത്തെ ഞാൻ ബഹുളമായി കാണുന്നു. ഞാൻ എന്റെ വിളക്ക് വിരിക്കുന്നു. 4 വശത്തു നിന്നും കൊടും വീതികൾ വേട്ടയാടുന്നു. പ്രഭു, അങ്ങേക്ക് രക്ഷിക്കുകയെത്തിയ അയ്യോനെ ഞങ്ങൾ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവരൂ. നീ ക്രിസ്തുവാണ്. നീ നിന്റെ മനസ്സാക്ഷിയുടെയും ദൈവത്തിന്റെയും മുമ്പിൽ മഹാപരാധം ചെയ്തിരിക്കുന്നു. ദൈവപ്രമാണങ്ങളെ നിന്റെ പാതയെ വിളക്കും വെളിച്ചമാക്കുന്നതിനെ അതിനെ ഊതിക്കിടത്തി നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നു. നീ ജീവിക്കുന്ന ഈ ജീവിതം അതിനുള്ള ശിക്ഷ നിനക്കായി കാത്തിരിക്കുന്നു. കണ്ടില്ലേ അവന്റെ ധിക്കാരം? എന്റെ ചോദ്യത്തിന് നീ ഈ ഉത്തരം തന്നില്ല. ഞാൻ ക്രിസ്തുവല്ല, അവനെന്റെ പിന്നാലെയുണ്ട്. ഞാൻ അവന് വഴിവെക്കുമെന്നല്ല. വീശുമതം അവന്റെ കയ്യിലുണ്ട്. അവൻ പതിരെ തീർച്ചയായും കിടാത്ത അഗ്നിയിൽ. നീ ഇങ്ങനെ എനിക്കെതിരെ സത്യം ഉയർത്തരുത്. നിന്നെ വിളിക്കുവാനും കൊല്ലുവാനും എനിക്ക് കഴിയും. എന്നെ കൊല്ലുവാൻ എനിക്ക് കഴിയും. പക്ഷേ എന്റെ വാക്കുകളിലെ തീ അത് കെടുത്തുവാൻ നിനക്കാവില്ല. കാരണം ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് സത്യമാണ്, ജീവനുള്ളതാണ്. മാനസാന്തരപ്പെടാൻ നിനക്ക് ഇനിയും സമയമുണ്ട്. നീ നിന്റെ സഹോദരന്മാരെ ഹേറോത്തിനായ നിന്റെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് തിന്മയാണ്. അത് വലിയ പാപമാണ്. ഇവിടെ പ്രഭു, അങ്ങ് ആരെയാണ് ഭയക്കുന്നത്? അവന്റെ വാക്കുകൾ സത്യം അറിഞ്ഞിരിക്കുന്നു. തിന്മ എന്നെ കാതു തിന്നുന്നത് അവൻ അറിയുന്നു. ഒരു പക്ഷേ അവളെ നീ ആശ്വസിപ്പിക്കാൻ കഴിയും. നിങ്ങളൊരു രാജാവാണ്. ഒരു ഭ്രാന്തന്റെ വാക്ക് കേട്ട് ഹേറോദേസ് രാജാവിന് മാനസാന്തരം. അതുപോട്ടെ, ഇന്ന് അങ്ങയുടെ ജന്മദിനമാണെന്ന് അങ്ങ് മറന്നു. മകൾ സലോമി അങ്ങയെ സന്തോഷിപ്പിക്കുവാനായി ഒരു നൃത്തം തയ്യാറാക്കിയിട്ടുണ്ട്. അതെയോ? എന്നാൽ നമ്മുടെ സദസ്സിലെ വിശിഷ്ടാതിഥികളെല്ലാം ക്ഷണിക്കും. എന്റെ ജന്മദിനത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ എന്റെ പ്രിയതമേന പുത്രി സലോമി ഇതാ വരുന്നു. ഈ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെയും ലില്ലിപ്പൂക്കളുടെയും കടകളിലേക്ക് ജെറുസലേം പോലെ സുന്ദരിയായി വരും. പ്രഭു, കേവലം ഒരു ബാലികയായ എന്നെ അങ്ങയുടെ രാജസദസ്സിലേക്ക് വിളിച്ചതിനാൽ ഞാൻ അതീവ സന്തോഷവതിയാണ്. അങ്ങേക്ക് വേണ്ടി ഈ സദസ്സിൽ നൃത്തം ചെയ്യുവാൻ എന്നെ അനുവദിച്ചാൽ. നൃത്തം തുടരട്ടെ.
പ്രിയ ഹൃദയഹാരിണി, ഈന്തപ്പന പോലെ പ്രൗഢിയുള്ളൂ, കാർമാന്മാരെ പോലെ തലവേലത്തിൽ നിൽക്കുന്നവരുമായി നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? വിലപ്പെട്ടുള്ള രത്നങ്ങൾ, പവിഴമാലകൾ, ഈ രാജ്യത്തിന്റെ പകുതി തന്നെ എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. എന്നെ അമ്മയോട് ചോദിക്കാൻ അനുവദിച്ചാൽ എനിക്ക് പറയൂ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് സ്നാപയോഹനന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് നൽകാം. എന്ത്? നീ പറഞ്ഞ വാക്ക് പാലിക്കാത്ത വീരുകളെ രാജാവെന്ന് വിളിക്കാമോ? ആരുടെ? ആ യോഹന്നാന്റെ ശിരസ് ഒരു വെളിത്തളികയിൽ ഇവർക്ക് സമ്മാനിക്കും. വിലയേറിയ രക്തത്തെക്കാൾ പവിഴങ്ങളെക്കാൾ ഒരു രാജ്യത്തിന്റെ പകുതിയേക്കാൾ വില ഒരു പ്രവാചകന്റെ തലയ്ക്ക് നീ കണ്ടു. ഈ ലോക ജീവിത സുഖത്തിന് വേണ്ടി ദൈവസ്വരത്തിനെതിരെ നീ കാലടിച്ചു. ഇല്ല, ആ ശബ്ദം നിലച്ചിട്ടില്ല, നിലയ്ക്കുകയുമില്ല. ഇന്നു മുതൽ ഈ പ്രപഞ്ചത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു അനേകം പ്രവാചകരിലൂടെ. ദൈവപ്രമാണങ്ങളെ നിന്റെ പാതയിലെ വിളക്കം വെളിച്ചവുമാക്കേണ്ട നീ അതിനെ ഊതിക്കെഴുതി. നിന്റെ പ്രമാണങ്ങൾ നീ അനുസരിക്കുന്നു. നീ ജീവിക്കുന്ന ഈ ജീവിതം ഇതല്ല ജീവിതം. വേണമെങ്കിൽ കണ്ടില്ലെന്ന് ധരിക്കാം, കേട്ടില്ലെന്ന് ഭാവിക്കാം. അങ്ങനെ പ്രവാചക ശബ്ദത്തിന് എതിർസ്വരങ്ങൾ ഉയർത്തി നിനക്ക് അന്ധകാരത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രകാശമായവനെ നമുക്ക് അനുഗമിക്കാം.